ഹലോ ഗൈസ്, അപ്പം നമ്മുടെ നാട്ടിലെ ഉത്സവമൊക്കെ പ്രമാണിച്ചിട്ട് ഞാനും ആമിയും കൂടി ഇവിടെ ആശുപത്രിയിൽ വന്ന് കിടക്കുകയാണ്. രാത്രി ഒരു 1:30ഓടെയാണ് നമ്മളിവിടെ വന്നിട്ട് അഡ്മിറ്റ് ആയത് കേട്ടോ. ആമിക്ക് നല്ല ജലദോഷമായിരുന്നു, പിന്നെ അത് വലിവായി. രാത്രി ആയപ്പോൾ കുട്ടി തന്നെ പറഞ്ഞു നമുക്ക് പോവാം അമ്മ, ഹോസ്പിറ്റലിൽ പോവാമെന്ന്. അങ്ങനെ ഇവിടെ വന്നു. ആദ്യം ഒരു നെബുലൈസേഷൻ ചെയ്തു, പിന്നെ 2 ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോൾ ആളൊന്ന് കൂളായിട്ടോ. അതിന് ശേഷം ഇങ്ങനെ ഫോണിൽ ഇരുന്നിട്ട് വീഡിയോസ് കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ല ചുമയാണ്, അതുപോലെ വലിവാണ്. മെയിൻ പ്രശ്നം വലിവാണ്. അങ്ങനെ ഡോക്ടർ 28-ാം തീയതി രാത്രിയാണ് നമ്മൾ എത്തിയത്. അല്ല, 27-ാം തീയതി രാത്രിയാണ് എത്തിയത്. 28-ാം തീയതി രാവിലെ എത്തുള്ളൂ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഇനി എന്താ പറയണമെന്ന് നോക്കാം. പിന്നെ ഇവിടെ പേഷ്യൻസിന് നേരത്തിന് കോംപ്ലിമെൻ്റ് ആയിട്ട് ഫുഡ് കിട്ടും കേട്ടോ. അപ്പോൾ ആമിക്കുള്ള ഫുഡാണിത്. ഞാൻ കുറച്ച് നേരം അത് മെനക്കെട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അവിടെ ടേസ്റ്റ് ബഡ്സൊക്കെ ഏകദേശം ഡാമേജ് ആയി തോന്നുന്നു. അവൾക്ക് വേണ്ട ഫുഡ് വായിലേക്ക് ഇട്ടിട്ട് പിന്നെ അങ്ങ് തുപ്പുകയാണ്. പിന്നെ കഫത്തിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട്, ഛർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. കഫം അടക്കമാണ് ഛർദ്ദിക്കുന്നത്. അപ്പോൾ പിന്നെ 2 ഉരുള കൊടുത്തിട്ട് അവൾ കഴിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. ഇനി ചായ എന്തെങ്കിലും വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ചോറുണ്ണലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറും മിഠായി തീറ്റ മാത്രമായിരുന്നു. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും കൂടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ക്യാൻഡി ടൈപ്പ് മിഠായി മാത്രമേ കഴിക്കുകയുള്ളൂ, ലോസഞ്ചർ, ലോലിപോപ്പ് അങ്ങനത്തെ ഒക്കെ. പിന്നെ ഞാൻ മേളിൽ പോയപ്പോൾ ഒരു പോപ്കോണിൻ്റെ ബോട്ടിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഒരു ലോസഞ്ചറിൻ്റെ മിഠായി വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ഈ മിഠായി തിന്നുമ്പോഴാണ് ഇവയ്ക്ക് മെയിനായിട്ട് പ്രശ്നം വരുന്നത്. കോട്ടയ്ക്കൽ മിംസ് ഹോസ്പിറ്റലിലാണ് നമ്മളെപ്പോഴും വരാറ്. ഇപ്പോഴും അങ്ങോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്കെന്തോ ഈ ഹോസ്പിറ്റലിൽ കാണിച്ചാലേ നല്ലതെന്ന് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വരാറ്. ഈ കൊല്ലം ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളിവിടെ വന്നിട്ട് അഡ്മിറ്റ് ആവുന്നത്. സെയിം പ്രോബ്ലം തന്നെയാണ്. ടെസ്റ്റുകളൊക്കെ ഒരുപാട് ചെയ്ത് നോക്കി, പക്ഷെ അവർക്ക് പൊടി അടിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളം കളിയും പൊടിയും. അങ്ങനെ സിസ്റ്റർ വന്നു കേട്ടോ, അവൾക്കുള്ള ഇൻഹേലറായിട്ട് വന്നു. അതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ കുട്ടികൾ ചെയ്യുമ്പോൾ അതിന് വേറെ എന്തോ ഒരു മെഷീനും കൂടി യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. മാസ്ക് വെക്കാത്ത ആളാണ്. കാണിച്ചോട്ടെ, ഐസ് കാണിച്ചോട്ട്. ഇതൊക്കെ ഐസ് കാണിച്ചാട്ടോ, ഐസ് കാണിച്ചാട്ട്. കുഞ്ഞിന്റെ ജലദോഷം മാറിയോ? ആ ആ ക്ഷീണിച്ചച്ഛൻ. ഞാൻ നേഴ്സറി വിളിച്ചാൽ സൂചി വയ്ക്കാൻ പറയും. കാരണം കുട്ടിക്ക് സൂചിയാണ് പറഞ്ഞത്. അത് കരയാണല്ലേ, കരയല്ലോ വേണ്ടേ? നേഴ്സറി വിളിക്കട്ടെ ഞാൻ പോയിട്ട്. കുട്ടി ചത്ത, അങ്ങനെ സൂക്കട് മാറട്ടെ. ഗുഡ് നൈറ്റ്.